ഇത് വീട്ടിലെ ഓറഞ്ചാണ്. കൊലകുത്തി കഴിക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെ നിൽക്കുകയാണ്. 4-5 മാസം മുമ്പ് വരെ ഇതിനകത്ത് ഈ ഓറഞ്ച് ചെടിയിൽ ഒരനക്കം ഉണ്ടായിരുന്നില്ല. അത് പൂക്കുകയോ കായ്ക്കുകയോ ചെയ്യുമെന്ന് പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. അതൊരു മാജിക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ വിനാഗിരി ഇല്ലേ, അത് ഒരടപ്പ് വിനാഗിരി അല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി എടുക്കുക. അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അത് നമ്മൾ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുത്താൽ മതി. ആ ബോട്ടിലോട്ട് ഈ ഒരടപ്പ് വിനാഗിരി ഒഴിച്ചതിന് ശേഷം 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ഓറഞ്ച് ചെടിയിൽ ഇനി അത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ എല്ലാ ബ്രാഞ്ചിലും ഓറഞ്ച് പിടിച്ചിട്ടുണ്ട്. ഇനി പിടിക്കാൻ ബ്രാഞ്ച് ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ചെടിയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് സ്വീറ്റ് ലെമണിലാണ്. ഓരോ ചെടിക്കും 1 ലിറ്റർ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 1 ലിറ്റർ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഒരടപ്പ് വിനാഗിരി എടുക്കുക, അതിൽ 1 ലിറ്റർ വെള്ളം മിക്സ് ചെയ്ത് ഓരോ ചെടിക്കും 1 ലിറ്റർ വീതം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി രണ്ടാമത്തെ ചെടിക്കും അതേപോലെ ആവർത്തിക്കണേ. നേരത്തെ ആ ഒറ്റ ഓറഞ്ച് ചെടിക്ക് മാത്രമേ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ ഓറഞ്ചിനോ നാരങ്ങയ്ക്കോ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് വേറൊരു ഓറഞ്ച് ചെടിയാണ്. അതിലും 1 ലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ നാരങ്ങ ചെടിയാണ്. ഇത് ഒഴിച്ചു നാരങ്ങയാണ്. അതിലും 1 ലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെറസിലോട്ട് പോകാം. ഇത് ടെറസിൽ നിൽക്കുന്ന വേറൊരു ഒടിച്ചുത്തി നാരങ്ങയാണ്. അതിൽ ഒരു നാരങ്ങ പിടിച്ചിട്ടുണ്ട്. ഒന്ന് പോരല്ലോ, നിറയെ പിടിക്കണ്ടേ. അപ്പോൾ അതിലും ഞാൻ സെയിം 1 ലിറ്റർ വെള്ളം ചേർത്ത വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, 1 ലിറ്റർ വെള്ളത്തിൽ ഒരടപ്പ് വിനാഗിരി. ഇത് 5-ാമത്തെ നാരങ്ങ ചെടിയാണ്. ഇത് നമ്മുടെ സാധാരണ നാരങ്ങയാണ്. അതിലും 1 ലിറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് സീഡ്ലെസ് ആയിട്ടുള്ള ഒരു ലെമൺ ചെടിയുണ്ട്. അതിലും ഞാൻ സെയിം 1 ലിറ്റർ വെള്ളവും ഒരടപ്പ് വിനാഗിരിയും കൂടി മിക്സ് ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ എന്തായാലും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിലെന്തെങ്കിലും വളവും കൂടി ചേർത്ത് കൊടുക്കണം. എല്ലുപൊടിയോ ചാണകപ്പൊടിയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ചെടി പൂത്തതിന് ശേഷമുള്ള റിസൾട്ട്